വെൽക്കം ബാക്ക് ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്നും ഒരു സർപ്രൈസ് ടെസ്റ്റ് പോലെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ 10 വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ 30 മിനിറ്റിൽ നിങ്ങളുടെ മുന്നിലോട്ട് എത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസിന്റെ ബേസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നിങ്ങൾ എങ്ങനെ ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്ന മോഡ്യൂളിനെ അപ്രോച്ച് ചെയ്യണം. ചിലവർക്കൊക്കെ സംശയമുണ്ട്. അതായത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ചോദ്യങ്ങളല്ലേ മിസ്സേ വന്നുള്ളൂ, അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അവരോട് ബൈ ട്രാൻസ്ഫറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല 4 ആണോ 10 ആണോ ഇനി 15 ആണോ ചോദിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും, നമ്മളുടെ സിലബസിൽ തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കും ചെറുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ചു പോവുക. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ നഷ്ടപ്പെടാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഒരു മാർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റാങ്കിൽ എത്രത്തോളം 10ഓളം റാങ്കിൽ ഒരു മാർക്ക് കുറയുമ്പോൾ 10ഓളം റാങ്കിൽ താഴ്ത്തോട്ട് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓരോ വർക്കിനെയും നല്ല രീതിയിൽ നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പതിവ് പോലെ നമ്മളുടെ ലൈവ് ചാറ്റ് ബോക്സിൽ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ആൻസേഴ്സ് പറയാനായിട്ട് തയ്യാറായിക്കോളൂ. നമ്മൾക്കപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following examples show arbitrariness in onomatopoeic words according to Ferdinand de Saussure? അപ്പോൾ ഇവിടെ ഈ ചോദ്യം ആദ്യം തന്നെ ശ്രദ്ധിച്ചു വായിക്കുക. ഈ സൊഷോറിനെയൊക്കെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഉത്തരത്തിലോട്ട് എത്താൻ. അല്ലാതെ ഓപ്ഷൻസ് എനിക്ക് പരിചയമുണ്ട് ഇതാണല്ലോ ആൻസർ എന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ആർബിട്രറിനെസ് ഇൻ ഓണോമറ്റോപോയിക് വേർഡ്സ്. ഓണോമറ്റോപോയിക് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലാംഗ്വേജിന്റെ ആർബിട്രറിനെസ് ഇല്ല എന്ന രീതിയിൽ സൊഷോർ പറയുന്നുണ്ട്. പക്ഷെ ആർബിട്രറിനെസ് ഉള്ള എക്സാമ്പിൾസും അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർബിട്രറിനെസ് ഇൻ ഓണോമറ്റോപോയിക് വേർഡ്സ് ഷോ ചെയ്യുന്ന എക്സാമ്പിൾസ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരം. ഇപ്പോൾ നമ്മളുടെ ചാറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു ഡബിൾ തംസ് അപ്പ് ഒക്കെ അടിക്കുന്നുണ്ട്. ചോദ്യം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോവാം. ഫ്രഞ്ച് ഫുഷ്, ഇതിന്റെ ഫുഷ് എന്നൊരു സൗണ്ട് ആണ്. ഫോർ വിപ്പ്, വിപ്പ് നമുക്കറിയാം ചാട്ടവാറാണ് അല്ലെ. ഇനി ഫ്രഞ്ച് ഗ്ല ഫോർ നെൽ, അതുപോലെ പീജിയൻ, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വേർഡ്സിൽ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഈ എസ്സേയിൽ കണ്ടിട്ടുണ്ടാവണം അല്ലെ. ഈ ഒരു നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻസ് എന്ന് പറയുന്ന വർക്കിൽ നിങ്ങൾ ഈ വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഓൾ ഓഫ് ദി എബവ് എന്ന്. നമ്മൾക്ക് എന്താണ് ഒരു ലോജിക്ക് വെച്ചിട്ട് ആൻസറിലോട്ട് എത്താം. എന്നാൽ പോലും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ഈ വിപ്പിന്റെ സൗണ്ട് ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ ഒരു ഫുഷ് എന്നൊരു സൗണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ അതല്ല ഈ ഒരു വാക്കിന്റെ ഒറിജിൻ. ഈ വാക്കിന്റെ ഒറിജിൻ ട്രേസ് ചെയ്യുമ്പോൾ ഈ വാക്ക് ഒരു ലാറ്റിൻ ഫാഗസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നുമാണ്. ഇത് ട്രീയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ശരിക്കും ഈ വിപ്പുമായിട്ടും ഇതുമായിട്ടും ഒരു കണക്ഷൻ ഇല്ല. അവിടെ അതെന്താണ്? ആർബിട്രറിനെസ് ആണ്. ആർബിട്രറിനെസ് ഇൻ ഓണോമറ്റോപോയിക് വേർഡ്സ് അതാണ് ഷോക്കേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നെൽ എന്ന് പറയുന്ന വാക്ക് ഗ്ല എന്ന് പറഞ്ഞല്ലോ. അതായത് അത് ശരിക്കും അതിന്റെ ഒറിജിൻ ട്രേസ് ചെയ്യുമ്പോൾ ട്രംപറ്റിന്റെ സൗണ്ടുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണത്, ട്രംപറ്റിന്റെ സൗണ്ട്. പക്ഷെ ഇവിടെ നെൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? ബെല്ലുമായിട്ട് ബെൽ എന്നുള്ള രീതിയിലാണ് അത് ശരിക്കും ഇവിടെ ഫ്രഞ്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ട്രംപറ്റിന്റെ സൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ആർബിട്രറിനെസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അവിടെ ഈ 2 ഓപ്ഷനിലും, ഈ 2 ഫ്രഞ്ച് ഓപ്ഷനിലും ആർബിട്രറിനെസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പീജിയൻ.
ഈ പീജിയന്റെ കാര്യം പറയുമ്പോഴും പീജിയന്റെ സൗണ്ട് പിപ്പ് 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 എന്നുള്ളൊരു സൗണ്ടാണ്. പിപ്പ് എന്നൊരു സൗണ്ടാണ് പീജിയന്റെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ടിൽ നിന്നും ഇവോൾവ് ആയിട്ടാണ് ഒരു ഫോണറ്റിക് എവല്യൂഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു പീജിയൻ എന്ന വാക്ക്. അവിടെയും ഒരു ആർബിട്രറിനെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിപ്പിൽ നിന്നാണ് പീജിയൻ വന്നെന്ന് പറയുമ്പോൾ നമ്മളും ചിന്തിക്കും ഇത് ഓണമറ്റോപോയിക് ആണോ, അല്ലേ? അവിടെ ഒരു ആർബിട്രറിനെസ് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നമ്മളുടെ സിലബസിൽ ഈ നെൽ എന്ന വാക്ക് വരുന്നൊരു പോം ഉണ്ട്. അത് ഏതാണ്? കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഏതാണ് നെൽ എന്ന വാക്ക്? എല്ലാവർക്കും അറിയാവുന്ന ഒരു വർക്കാണ്. അത് ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ്. ഞാൻ പറഞ്ഞു നെൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബെൽ എന്ന സെൻസിലാണ്. ഓക്കെ, ബെൽ എന്ന സെൻസിലാണ്. പക്ഷെ ഇതിന്റെ ഒറിജിൻ ട്രേസ് ചെയ്ത് പോകുമ്പോൾ ഇത് ട്രംപറ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയെങ്കിൽ ഡബിൾ തംസ് അപ്പ്, ഡബിൾ ഫയർ ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. അടുത്ത ചോദ്യം ഇതും നമ്മളുടെ സൊഷോറുമായിട്ട് റിലേറ്റഡ് ആണ്. നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്ന വർക്ക് ബേസ്ഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ, നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ. Which part of speech in English grammar is closely associated with onomatopoeia? ഓണമറ്റോപ്പിയയുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ഓഫ് സ്പീച്ച് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, ഇന്റർജെക്ഷൻ, വേർബ്. അപ്പോൾ നമുക്ക് ഓണമറ്റോപോയിക് സൗണ്ട്സിനെ കുറിച്ച് നമുക്കറിയാം. അതുമായിട്ട് ഏറ്റവും അടുത്ത് പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് അല്ല, ആഡ്വേർബ് അല്ല, വേർബ് അല്ല, പിന്നെന്താണ്? അത് ഇന്റർജെക്ഷൻ ആണ്. നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓപ്ഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഇന്റർജെക്ഷൻ, ഇന്റർജെക്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കമന്റ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? ഇന്റർജെക്ഷൻ ഏതൊക്കെയാണ്? കുറച്ച് എക്സാമ്പിൾസ് പറയൂ. അതെ, വാവ്, പിന്നെ ഔച്ച്, അല്ലെ? ഔച്ച്, പിന്നെ പറയൂ, വേറെയും പറഞ്ഞോളൂ. ഓപ്സ്, then, hey, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഇന്റർജെക്ഷന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് മറക്കാതിരിക്കുക. ഓക്കെ, ഇതിലും കൂടുതലുണ്ട്, ഒരുപാട് വാക്കുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൊക്കെ ഇന്റർജെക്ഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ which part of speech in English grammar is closely associated with onomatopoeia in context of nature of linguistic sign എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ആൻസർ ഇന്റർജെക്ഷൻ ആണ്. ഓക്കെ, സെറ്റ് ആണോ? എന്ത് പറയുന്നു? യെസ്. Then the third question. അടുത്ത ക്വസ്റ്റ്യൻ T.S. Eliotനെ ബേസ് ചെയ്താണ്. T.S. Eliotന്റെ ഏത് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്? ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണ്, അല്ലെ? ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണ്. According to T.S. Eliot, who are more critical than others എന്നാണ് ചോദ്യം. Who are more critical than others. ഇവിടെ ഇത് ട്രഡിഷൻ ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആ ഒരു വർക്ക് വായിച്ചിട്ടുള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാകുക. ഇത് കൂടാതെ കഴിഞ്ഞ എൻ്റെ ലിറ്റററി ക്രിറ്റിസിസം ക്ലാസ് എക്സ്ക്ലൂസീവ് MCQ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു സ്റ്റുഡൻസിനും ഇതൊരു പക്ഷെ ആൻസർ പറയാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? അതായത് നമ്മളുടെ സ്റ്റഡി ഓഫ് പോയിട്രി പഠിച്ച സമയത്ത് മാത്യു അർണോൾഡിന്റെ കോണ്ടെക്സ്റ്റില് ഫ്രഞ്ച് ക്രിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്റ്റഡി ഓഫ് പോയിട്രിയുടെ കോണ്ടെക്സ്റ്റില് നമ്മൾ മാത്യു അർണോൾഡിന്റെ ഇത് പറഞ്ഞപ്പോൾ ഫ്രഞ്ച് ക്രിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ആ ഫ്രഞ്ച് ക്രിറ്റിക്സിന്റെ പേര്, 4 പേരുടെ പേരൊന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യൂ, കാണട്ടെ ആ ഒരു എനർജി. അതെ സ്റ്റുഡൻസ്, കം ഓൺ. അതെ, ദ ഫസ്റ്റ് വൺ ഷാർലറ്റനിസം. ആരാണ്? സെയിന്റ് ബൂവേ. ദെൻ ചാൾസ് ഹെർക്കോൾട്ട്, ആ ഹീറോ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ വ്യക്തി. പെലിസൺ, പിന്നെ വിറ്ററ്റ്, അല്ലെ? ഇത്രയും പേരാണ്. സെയിന്റ് ബൂവേ, ചാൾസ് ഹെർക്കോൾട്ട്, പിന്നെ പെലിസൺ,
പെല്ലിസൺ, പിന്നെന്താണ് വിറ്ററ്റ് അല്ലെ, എം വിറ്ററ്റ് കൂടിയാണ്. ഈ 4 ഫ്രഞ്ച് ക്രിറ്റിക്കിനെ കുറിച്ച് സ്റ്റഡി ഓഫ് പോയിട്രിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഹു ആർ മോർ ക്രിറ്റിക്കൽ ദാൻ അതേഴ്സ് എന്നാണ് ചോദ്യം. ഇവിടെ ഇംഗ്ലീഷിനേക്കാളും ക്രിറ്റിക്കൽ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിനെയാണ് TS Eliot ഉദ്ദേശിക്കുന്നത്. അത് ജർമ്മൻസ് അല്ല, ഫ്രഞ്ച് അല്ല, ഇറ്റാലിയൻസ് അല്ല, സോറി ഇംഗ്ലീഷ് അല്ല, ഫ്രഞ്ച് ആണ്. ജർമ്മൻസ് അല്ല, ഇംഗ്ലീഷ് അല്ല, ഇറ്റാലിയൻസ് അല്ല, ഫ്രഞ്ച് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഫ്രഞ്ച് ആണ് മോർ ക്രിറ്റിക്കൽ എന്നാണ് ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റില് ആര് പറയുന്നത്? TS Eliot പറയുന്നത്. സെറ്റ് ആണോ? അതെ, ചാറ്റ് ബോക്സിൽ കാണാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ബേസ് ചെയ്ത് മറ്റൊരു ചോദ്യം കൂടി ഇതാ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു. According to TS Eliot, criticism is as inevitable as dash. Criticism is as inevitable as dash എന്നാണ് TS Eliot പറയുന്നത്. Criticism is inevitable as sharing, breathing, walking, reading. Criticism ഒരു നാച്ചുറൽ പ്രോസസ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അല്ലേ, നമ്മൾ ആർട്ടുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇന്നേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കണം, അതൊരു നാച്ചുറൽ പ്രോസസ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും അവിടെ ഷെയറിംഗ് വരില്ല, വാക്കിംഗ് വരില്ല, റീഡിംഗ് വരില്ല. ക്രിറ്റിസിസം ഈസ് ആസ് ഇന്നെവിറ്റബിൾ ആസ് ബ്രീതിങ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, ബ്രീതിങ് എന്ന് പറയുന്നത് അത് നമ്മൾ ജീവിക്കുന്നു, നമ്മൾക്ക് ആ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു ഘടകമാണ് ബ്രീതിങ് എന്ന് പറയുന്നത്. സോ ക്രിറ്റിസിസം ഈസ് ഇന്നെവിറ്റബിൾ ആസ് ബ്രീതിങ് എന്നാണ് ആര് പറയുന്നത്? TS Eliot പറയുന്നത്. പൊതുവെ ക്രിറ്റിസിസം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓൺലി ഒരു ജഡ്ജ്മെന്റൽ കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഇറ്റ്സ് എൻ എസെൻഷ്യൽ പ്രോസസ് അല്ലേ? വെൽ അപ്രീഷിയേറ്റിംഗ് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് criticism. That's why he says criticism is as inevitable as breathing. സെറ്റ് ആണോ? അതെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ വർക്കിനെ അപ്രോച്ച് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ക്യൂരിയോസിറ്റി നിങ്ങളിൽ കൊണ്ടുവരിക എന്നത് കൂടിയാണ് ഈ ചോദ്യങ്ങളുടെ ലക്ഷ്യം. ഇതിലൂടെ നിങ്ങൾ ആ വർക്കിനെ അടുത്തറിയാനായിട്ട് ശ്രമിക്കും. അതിനെ ഇഷ്ടത്തോടെ രസകരമായി, ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു ഡൾനെസ് ഒന്നും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇല്ല, രസകരമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസ് എടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലൂടെ ഇവിടെയാണ് പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. മറ്റതൊക്കെ ഒരു വർക്കിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും ഒരു സെറ്റിംഗിൽ നിന്നും ഒരു കഥയുടെ പ്ലോട്ടിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാലഘട്ടത്തിലെ രീതികൾ, അതൊക്കെ അറിയാനായിട്ടുള്ള ഒരു അവസരം ഈ ഒരു മോഡ്യൂളിലുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സെറ്റ് ആണോ? യെസ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി എലിസബത്തൻ ട്രാൻസ്ലേറ്റർ ഓഫ് ഹോമർ. ഇതൊരു കീ വേർഡ് ആണ്. എലിസബത്തൻ ട്രാൻസ്ലേറ്റർ ഓഫ് ഹോമർ മെൻഷൻഡ് ഇൻ ദി സ്റ്റഡി ഓഫ് പോയട്രി. ഇങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സ്റ്റഡി ഓഫ് പോയട്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എലിസബത്തൻ ട്രാൻസ്ലേറ്റർ ഓഫ് ഹോമർ. ഇവിടെ എലിസബത്തൻ ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേരെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെ? അലക്സാണ്ടർ പോപ്പിനെയും ജോൺ കീറ്റ്സിനെയും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അലക്സാണ്ടർ പോപ്പും ഹോമറിന്റെ ഒരു ട്രാൻസ്ലേറ്റർ ആണ്. പക്ഷെ ഇവിടെ എലിസബത്തൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ധൈര്യത്തോടെ നിങ്ങൾക്ക് മാറ്റി നിർത്താം. ജോൺ കീറ്റ്സിനെയും മാറ്റി നിർത്താം. ജോൺ കീറ്റ്സുമായിട്ടുള്ള ഒരു അസോസിയേഷൻ കൂടി ഞാൻ എടുത്ത് പറയാം. അതിനു മുൻപ് ഇവിടെ വില്യം ഷേക്സ്പിയർ അല്ല, ഇവിടുത്തെ ഉത്തരം ജോർജ് ചാപ്മൻ ആണ്. അദ്ദേഹം ഹോമറിന്റെ ഒഡിസി ട്രാൻസ്ലേറ്റ് ചെയ്തു. 1614-15 കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. 1614, 1615 26 വർഷം എടുത്തിട്ടാണ് ജോർജ് ചാപ്മൻ ആ ഒരു ട്രാൻസ്ലേഷൻ പുറത്തു കൊണ്ടുവരുന്നത്. ഓക്കെ, 26 വർഷത്തോളം ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ആ ഒരു വർക്ക് വരുന്നത്. അതുപോലെ തന്നെ അതൊരു ഫസ്റ്റ് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദി വർക്ക് ഇൻടു ഇംഗ്ലീഷ് എന്ന രീതിയിൽ കൂടി ഈ വർക്ക് വളരെ ഫേമസ് ആണ്. ജോർജ് ചാപ്മന്റെ ട്രാൻസ്ലേഷൻ ഓഫ് ഒഡിസി.
ഓക്കെ, അപ്പോൾ അത് എവിടെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്? ഈ ജോർജ് ചാപ്മാന്റെ മെൻഷൻ നമുക്ക് എവിടെ കാണാം? നമ്മളുടെ സ്റ്റഡി ഓഫ് പോയട്രിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റഡി ഓഫ് പോയട്രിയിൽ കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഈ ജോൺ കീറ്റ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ അല്ലേ? അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ട്രീറ്റൈസ് ആണ് അത്. എന്താണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഹോമറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചാണ് ആ ഒരു വർക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് 1861 വരുന്നത് കേട്ടോ. 1861 ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്ന് പറയുന്നത് ജോൺ കീറ്റ്സിന്റെ വർക്കാണ്. ജോൺ കീറ്റ്സിന്റെ വർക്കാണ്. അപ്പോൾ ആ വർക്ക് അറിയാവുന്നവർക്കും പെട്ടെന്ന് ജോർജ് ചാപ്മാൻസ് ഹോമർ എന്ന രീതിയിൽ ഓർത്തെടുക്കാനായിട്ട് പറ്റും അല്ലെ? നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു ചോദ്യമായിരിക്കും. നെറ്റിനോ സെറ്റിനോ കേറ്ററ്റിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ചോദ്യം വളരെ നിർണായകമാണ്. അതും ജസ്റ്റ് ഓർത്തിരിക്കുക. സോ നെയിം ദി എലിസബത്തൻ ട്രാൻസ്ലേറ്റർ ഓഫ് ഹോമർ മെൻഷൻഡ് ഇൻ ദി സ്റ്റഡി ഓഫ് പോയട്രി. ഓക്കെ, സെറ്റ് ആണോ? പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? അതെ, അങ്ങനെയെങ്കിൽ ഡബിൾ തംസ് അപ്പ് ആൻഡ് ഡബിൾ ഫയർ. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വിച്ച് ആർ ദി ടു ഡിവിഷൻസ് ഓഫ് ഫ്രഞ്ച് പോയട്രി mentioned in the study of poetry? സ്റ്റഡി ഓഫ് പോയട്രിയിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് പോയട്രിയുടെ 2 ഡിവിഷൻസ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ധൈര്യമായിട്ട് കട്ട് ചെയ്യാം, പാർനേഷ്യൻ ആൻഡ് സിംബോളിസ്റ്റ് കട്ട് ചെയ്യാം, മെറ്റഫിസിക്കൽ ആൻഡ് കവിലിയർ കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ലാങ്സ്ഡോക്ക്. ഇത് പ്രൊനൗൺസിയേഷൻ വേറൊരു രീതിയിലായിരിക്കും, ഞാൻ ജസ്റ്റ് ആ ഒരു സ്പെല്ലിംഗ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എസ്സേ കണ്ടിട്ടുള്ളവര് ഈ വാക്ക് കണ്ടിട്ടുണ്ടാവും. ഈ 2 ഫ്രഞ്ച് പോയട്രിയുടെ ഡിവിഷൻ അതിൽ മെൻഷൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ലാങ്ഡോയിലും ലാങ്ഡോക്കും അത് റൊമാൻസ് ലാംഗ്വേജസ് ഓഫ് ഫ്രാൻസ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഭാഷകളാണ്. അറിയപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഡയലക്റ്റ് പോലെ ഒരു സംഭവമാണ്. ഡയലക്റ്റ് ആണ് കേട്ടോ, ഡയലക്റ്റ് ആണ് ലാങ്ഡോയിലും ലാങ്ഡോക്കും. ലാങ്ഡോയിൽ, ഈ ലാങ്ഡോയിലിനെ അതിന്റെ അവസാനം ഓയിൽ എന്ന് കണ്ടോ, ഓയിൽ ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. ഓയിൽ ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ലാങ്ഡോക്ക് എന്ന് പറയുന്നത് എന്താണ്? ലാങ്ഡോക്ക് എന്ന് പറയുന്നത് ഒസിറ്റൻ, അതിന്റെ പ്രൊനൗൺസിയേഷൻ വേറെയാണോന്ന് അറിയില്ല. ഒസിറ്റൻ എന്ന് പറയുന്ന ഒരു ഡയലക്റ്റിൽ നിന്നും വന്നിട്ടുള്ള അതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നോർത്ത് ഭാഗത്താണ് ഈ ഓയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നോർത്തേൺ ഫ്രാൻസിലാണ് ഓയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. NF നോർത്തേൺ ഫ്രാൻസ്. അതുപോലെ ഡോക്ക് യൂസ് ചെയ്യുന്നത് സദേൺ ഫ്രാൻസിലുമാണ് കേട്ടോ, സദേൺ ഫ്രാൻസിലുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സെറ്റ് ആണോ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം? യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Whose works does Coleridge highlight to show that poetry of the highest kind can exist without meter? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോളറിഡ്ജ് ആണ്. അപ്പൊ കോളറിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ വർക്ക് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് പറയുന്ന വർക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നു that poetry of the highest kind can exist without meter. അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ വർക്ക്സ് ആണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. പ്ലേറ്റോ, ജെറീമി ടൈലർ ആൻഡ് ബർണറ്റ്, ഷേക്സ്പിയർ, മിൽട്ടൺ ആൻഡ് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ് ആൻഡ് ഷെല്ലി, none of the above. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഈ വർക്ക് വായിച്ചിട്ടുള്ളവർക്ക്, വ്യക്തമായി പഠിച്ചിട്ടുള്ളവർക്ക് ഇതിന് ഉത്തരം നൽകാനായിട്ട് പറ്റും. അതേ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അതായത് കോൾറിഡ്ജ് പറയുന്നത്, ഇപ്പൊ പ്ലേറ്റോയുടെയൊക്കെ വർക്ക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിലൊരുപാട് ഡയലോഗ്സ് അല്ലെ, ഒരു പ്രോസ് കൈൻഡ് ഓഫ് ഇതാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളാണ്. പക്ഷെ അതിലെ പോയറ്റിക് എക്സലൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ആ ഒരു പോയറ്റിക് എക്സലൻസ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നു. പോയറ്റിക് എക്സലൻസ്, ഇതൊക്കെ കീവേഡ്സ് ആണ് കേട്ടോ. പോയറ്റിക് എക്സലൻസ് കാണാനായിട്ട് സാധിക്കുന്നു. ഇനിയിപ്പോ ജെറമി ടൈലറിന്റെ വർക്ക് തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള വർക്ക്സ് ആണ്. പക്ഷെ അതിലും ഒരു എന്താ പറയാ, പോയറ്റിക് പ്രോസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പോയറ്റിക് പ്രോസ് കൈൻഡ് ഓഫ് വർക്ക് ആണ് അത്. ബേണറ്റിന്റെ സയന്റിഫിക് തിയറി ആണെങ്കിൽ പോലും
അതും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അവിടെയും ആ ഒരു poetic excellence നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മാറ്ററിൽ ഒരു കാര്യവുമില്ല. സബ്ജക്റ്റ് മാറ്ററിലല്ല കാര്യം, അല്ലെ? അതായത് ഒരു പോയിട്രി എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ കൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യപ്പെടണം എന്നില്ല. ഓക്കെ, ഏത് സബ്ജക്റ്റിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ poetry ഓഫ് ദി ഹയസ്റ്റ് കൈൻഡ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് മീറ്റർ. ആ ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്തായാലും ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു മീറ്റർ ഉപയോഗിക്കില്ല. തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും സയന്റിഫിക് തിയറീസിലൊന്നും ഈ മീറ്റർ ഉപയോഗിക്കണം എന്നില്ലല്ലോ. അപ്പോൾ poetry ഓഫ് ദി ഹയസ്റ്റ് കൈൻഡ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് മീറ്റർ എന്നുകൂടി ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോളറിഡ്ജ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, പ്ലേറ്റോ, ജെറമി ടൈലർ ആൻഡ് ബെർണറ്റ്. സെറ്റ് ആണോ? അതെ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Who described poetry and painting as sisters? പോയട്രിനെയും പെയിന്റിങ്ങിനെയും സിസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് ഏത് റൈറ്റർ ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ, ജോൺ കീറ്റ്സ്, പി.ബി. ഷെല്ലി. ആരാണ് ഇത്? പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ വില്യം വേർഡ്സ്വർത്ത് ആണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും, അല്ലെ? പോയട്രി ആൻഡ് പെയിന്റിങ്, പോയട്രിനെയും പെയിന്റിങ്ങിനെയും സിസ്റ്റേഴ്സ് എന്നാണ്, അതായത് ഈ കോണ്ടെക്സ്റ്റ് ഓഫ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി, അല്ലെ, സിസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഏത് വർക്കിലാണ്? പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യം അരിസ്റ്റോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ്. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് കുറച്ചുകൂടി ഡെപ്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് സ്കോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിച്ചോളുക. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, വിച്ച് വർക്ക് ഓഫ് ഹോമർ? ഇന്ന് ആകെ ഒരു ഹോമർ മയമാണ്, അല്ലെ? ഇന്ന് ആകെ ഒരു ഹോമർ മയം. ഹോമറിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നു. വാസ് ദി ഫോർ റണ്ണർ ഓഫ് കോമഡീസ്? ഹോമറിന്റെ ഒരു വർക്ക് ഫോർ റണ്ണർ ഓഫ് കോമഡി ആണ് എന്ന രീതിയിൽ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഹോമറിന്റെ കോമഡിയുടെ ഫോർ റണ്ണറിനെ മാത്രമല്ല, ട്രാജഡിയുടെ ഫോർ റണ്ണറിനെയും അദ്ദേഹം ആ ഒരു വർക്കിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിൽ. ഈ ഒരു സെയിം ലൈനിൽ തന്നെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു കോമഡി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? മാർഗൈറ്റ്സ് ആണ്. മാർഗൈറ്റ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. ദി വർക്ക് ഓഫ് ഹോമർ represented as the forerunner of comedies by Aristotle. Okay, അപ്പോൾ ആ ട്രാജഡി ഏതാണ്? ട്രാജഡി ഏതായിരിക്കും? ഹോമറിന്റെ ഇലിയഡിനെയാണ് കേട്ടോ, ഇലിയഡിനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലിയഡും മാർഗൈറ്റ്സും ഇത് രണ്ടും ഹോമറിന്റെ വർക്കാണ്. ഒന്ന് ട്രാജഡി, ഒന്ന് കോമഡി. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ ചോദ്യം. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആണോ? ഈ പറഞ്ഞ ഒരുപാട് ഫാക്ടുകൾ കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. 10ഓളം ചോദ്യങ്ങളെ നിങ്ങൾ കാണുന്നുള്ളെങ്കിൽ കൂടി ഒരുപാട് ഡിസ്കഷൻസ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലോട്ട് പോവാം. ഇത് രസ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, നാട്യശാസ്ത്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ട്രാവൻകൂർ കിങ് composed a work on നാട്യം inspired by ഭരതമുനീസ് നാട്യശാസ്ത്ര? നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ സ്റ്റുഡൻസിന് അറിയാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. കാർത്തിക തിരുനാൾ, ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ, വിശാഖം തിരുനാൾ. ഇനി ആ നക്ഷത്രത്തിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും അല്ലെ എല്ലാവർക്കും ഉണ്ടാവുക. അതെ, എന്നാലും ഡൗട്ട് ഇല്ലാത്തവർ ഒരുപാട് പേര് ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ എന്റെ ചോദ്യം മറ്റൊന്നാണ്. അതായത് ഈ ഇടയ്ക്ക് ഈ അടുത്ത് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നാട്യശാസ്ത്ര ബേസ് ചെയ്ത് നമ്മളുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിന്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ട വർക്ക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ നാട്യശാസ്ത്രയുടെ കൂടെ ഉൾപ്പെടുത്തിയ വർക്ക് ഏതാണ് എന്ന് ചോദിക്കാം, അല്ലെ? മെമ്മറി ഓഫ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ
മെമ്മറി ഓഫ് MOW എന്ന ഷോർട്ട് ഫോം ആയിട്ട് പറയും. മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയ 2 വർക്ക്സ് ആണ്, 2 ഇന്ത്യൻ വർക്ക്സ് ആണ്. ഒന്ന് ഭഗവത്ഗീത, അതുപോലെ തന്നെ നാട്യശാസ്ത്ര. ഓക്കെ, നാട്യശാസ്ത്ര. അപ്പോൾ ആ ഒരു കറണ്ട് അഫയർ കൂടി നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക തിരുനാളിനെയും മറക്കാതിരിക്കുക. ഓക്കെ, സോ ഇന്ന് 25 മിനിറ്റ് ആണ് ആയിട്ടുള്ളത്. 25 മിനിറ്റിൽ 10ഓളം ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ലിറ്റററി ക്രിറ്റിസിസത്തിനെ അപ്രോച്ച് ചെയ്യാനും സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ബാച്ചിൽ 888 ഓഫർ റണ്ണിങ് ആണ്. ഇന്നുകൂടി ഈ ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ വ്യത്യസ്തമായ ചോദ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കഷൻസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.